ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. സെപ്റ്റംബർ 9 മുതൽ നടക്കാനായിരിക്കുന്ന ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ പ്ലേയിങ് 11-ൽ ചില നിർണായക മാറ്റങ്ങളും പറയുമ്പോൾ ഈ അപ്ഡേറ്റുകൾ ഉൾപ്പെടെയാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. 16 അംഗങ്ങളടങ്ങുന്ന സ്ക്വാഡിനെയാണ് BCCI പ്രഖ്യാപിക്കാനായി പോകുന്നത്. ഷോർട്ട് ഓവർ ഫോർമാറ്റുകളിൽ മാത്രമായി ടീം ഇന്ത്യയ്ക്കുള്ള സ്പെഷ്യൽ ടീമിനെ തന്നെയായിരിക്കും ഏഷ്യ കപ്പിനും തയ്യാറാകുന്നത്. സൂര്യകുമാർ യാദവ് ഇന്ത്യയെ നയിക്കാനായി രംഗത്തെത്തുമ്പോൾ വൈസ് ക്യാപ്റ്റൻ റോളിൽ ഹർദിക് പാണ്ഡ്യ ആയിരിക്കും ടീമിനൊപ്പം ഉണ്ടാവുക. മലയാളി താരം സഞ്ജു സാംസണെയാണ് ടീം ഇന്ത്യ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഏഷ്യ കപ്പിലേക്ക് പരിഗണിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം എത്തുന്നത്. ഇൻസൈഡ് സ്പോർട്സ്, ടൈംസ് ഓഫ് ഇന്ത്യ, ESPN, ക്രിക്കിൻഫോ എന്നിങ്ങനെയുള്ള ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ ഒരു റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. KL രാഹുലിന് പകരക്കാരനായി സഞ്ജുവിനെ ടീം ഇന്ത്യ പരിഗണിക്കുമ്പോൾ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയായിരിക്കും ടീം ഇന്ത്യ പരിഗണിക്കുന്നത്. ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ എന്നിവർക്ക് പുറമെ ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ എന്നിവരാണ് ടീമിലെ മറ്റ് സീനിയർ താരങ്ങൾ. ഓൾറൗണ്ട് പട്ടികയിലേക്ക് റിയാൻ പരാഗും വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും എത്തുമ്പോൾ വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നിവരായിരിക്കും സ്പിൻ ബോളിംഗിന് നേതൃത്വം നൽകുന്നത്. അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് എന്നിവർ ഫാസ്റ്റ് ബോളിംഗ് ലൈനപ്പിലേക്ക് ടീം ഇന്ത്യ പരിഗണിക്കുമ്പോൾ ടീം ഇന്ത്യയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള 16 അംഗ സ്ക്വാഡിനെ പരിഗണിക്കുകയാണെങ്കിൽ ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, അക്സർ പട്ടേൽ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ജിതേഷ് ശർമ്മ, വാഷിംഗ്ടൺ സുന്ദർ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും സ്ക്വാഡിൽ ഉണ്ടാവുക.